കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കാരണം അവിടെ ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡന പരാതി. മെഡിക്കൽ കോളേജിലെ ജൂനിയർ വനിതാ ഡോക്ടറാണ് പരാതിക്കാരി. സർജനായ സെർബിൻ മുഹമ്മദ് മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഇത് ആരോപണമായി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മദ്യം നൽകി പീഡിപ്പിക്കാൻ ഒരു ശ്രമം നടന്നത്? വിശദാംശങ്ങൾ എന്താണ് കണ്ണൻ? ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡന പരാതി, അതും ഒരു വനിതാ ഡോക്ടറാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഒരു സർജനായിട്ടുള്ള സെർബിൻ മുഹമ്മദ് എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള ഡോക്ടറാണ്. കഴിഞ്ഞ 24-ാം തീയതി, അതായത് ഒരു മാസം മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത്. 24-ാം തീയതി ഹോസ്പിറ്റലിലെ മുറിയിൽ വെച്ച് തനിക്ക് മദ്യം നൽകി ഡോക്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. 29-ാം തീയതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഈ വനിതാ ഡോക്ടർ പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തി. ആഭ്യന്തര അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പരാതി പാരിപ്പള്ളി പോലീസിലേക്ക് കൈമാറുന്നത്. പാരിപ്പള്ളി പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഇയാളുടെ വീട്ടിലടക്കം, തിരുവനന്തപുരം സ്വദേശിയാണ്, ഇയാളുടെ വീട്ടിലടക്കം പോലീസ് എത്തി പരിശോധന നടത്തി. ഇയാൾ ഇപ്പോൾ ഒഴിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഏറ്റവും എടുത്തു പറയുന്നത്, പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട ഈ പരാതി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൈമാറിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, തുടർ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു മാസമായി ആരോഗ്യവകുപ്പിൽ ഈ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. DNA തലത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഡോക്ടർമാരൊക്കെ തന്നെ രോഗികളോട് ഏറ്റവും കൂടുതൽ അടുത്തിറങ്ങുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി മദ്യപിച്ച് എത്തുകയും ഒപ്പം തന്നെ മദ്യം നൽകി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വനിതാ ഡോക്ടർ തന്നെ പരാതി ഉന്നയിച്ചിരിക്കുന്നു. ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായിട്ടൊരു സംഭവം തന്നെയാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് തലത്തിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം DNA നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള